പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നമ്മുടെ കേരളത്തോട് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ആ പ്രഖ്യാപനത്തിലെ കൃത്യമായിട്ടുള്ള വാക്കുകൾ ഇതായിരുന്നു. വാക്കുകൾ എന്ന് പറയുന്നത്, യു ഡി എഫിന് തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് യു ഡി എഫിന് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പിന്നെ നമ്മൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇവരെല്ലാവരും കൂടി തന്നെ പറഞ്ഞയക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. അത് കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ ഭാഗ്യത്തിന് അദ്ദേഹം കഷ്ടിച്ച് വനവാസത്തിന് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം കേരളത്തിൽ വലിയ കൊടുമരങ്ങളൊന്നും കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട്. പക്ഷേ അദ്ദേഹത്തെ പിടിച്ച് നൈസായിട്ട് ഇവരെന്ത് ചെയ്തു, പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. അത് അദ്ദേഹത്തോട് പോലും പറഞ്ഞില്ല. വന്നപ്പോഴാണ് ഇരിക്കാൻ കസേരയില്ല, പ്രതിപക്ഷ നേതാവിൻ്റെ കസേര വേറെ ആൾ കൊണ്ടുപോയി എന്നുള്ളത് അദ്ദേഹത്തോട് ഇവർ പറയുന്നത്. അപ്പോൾ അതുപോലെ ഇവർ മാറ്റും എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കൊരു തർക്കമില്ല. അതുകൊണ്ട് അത് വി ഡി സതീശൻ അറിയാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വി ഡി സതീശൻ്റെ വനവാസത്തിലേക്ക് ഇനി കൃത്യമായി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് നാളെയും കൂടി കഴിഞ്ഞിട്ട് 9-ാം തീയതി മുതൽ 4-ാം തീയതി വരെയുള്ള ഡേറ്റുകൾ എടുത്ത് നോക്കിയാൽ കറക്റ്റ് 26 ദിവസമാണ്. ഏതാണ്ട് 624 മണിക്കൂറുകളാണ്. ഈ 624 മണിക്കൂറുകൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കി വരാം. അന്ന് നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും, 100 സീറ്റുകളിലധികം നേടി വിജയിക്കും എന്നുള്ളത് പറഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം ഒരു മാസത്തോളം 100 സീറ്റുകളുടെ ഒരു കാര്യവും മിണ്ടിയില്ല എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ പിണറായി തുടരുമോ ഇല്ലെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കെ സുധാകരൻ പറഞ്ഞത്, എനിക്കങ്ങനെ ഉറപ്പില്ല, അത് പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ ചിലപ്പോൾ ഡാറ്റാസൊക്കെ ഉണ്ടാവും, എനിക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, കാരണം അദ്ദേഹം മാറുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, വേണമെങ്കിൽ തുടർന്നേക്കാം എന്നൊരു ഹിൻ്റാണ് അദ്ദേഹം കൊടുത്തത്. അതിനുശേഷം നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ചാണ്ടി ഉമ്മൻ്റെ കാര്യത്തിൽ ചാണ്ടി ഉമ്മൻ വന്നിട്ട് പറഞ്ഞത് 80 സീറ്റ് കിട്ടിയേക്കും എന്നുള്ള ലെവലിലാണ്. അപ്പോൾ ഇപ്പോൾ അതിനുശേഷം പിന്നീട് വി ഡി സതീശൻ ഒരിക്കലും വേണ്ടിയില്ല. അപ്പോൾ ഇത് ഒരു ആത്മവിശ്വാസക്കുറവായി ആളുകൾ എടുക്കുമോ എന്ന് പറയുന്ന സംശയം തോന്നിയപ്പോൾ വീണ്ടും യഥാർത്ഥത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം വന്ന് 100 സീറ്റുകൾ കിട്ടുമെന്ന് വെറുതെ ഒന്ന് പറഞ്ഞു പോയതാണ്. പക്ഷെ അപ്പോഴും ആ ബോഡി ലാംഗ്വേജിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാനറിസംസിലും ഒക്കെ വലിയ ഒരു ആത്മവിശ്വാസക്കുറവ് നമുക്ക് കാണാം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചത്, അത് അദ്ദേഹത്തിൻ്റെ തെറ്റല്ല, പകരം ഈ പറഞ്ഞ പോലെ വയനാടിലെ ഫണ്ടുമായി ബന്ധപ്പെട്ട്, പുനരധിവാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവും പറയാൻ അവർക്കില്ലാതെ പോയി. കാരണം കോടിക്കണക്കിന് രൂപ പിരിച്ചതിന് ശേഷം അതെല്ലാം പുട്ടടിക്കുന്ന പതിവ് പരിപാടി തുടങ്ങിയതുകൊണ്ടാണ് ഈ വലിയ അബദ്ധം ഉണ്ടായത് എന്നുള്ളതൊരു വാസ്തവമാണ്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം ക്ഷുഭിതനാവുകയും മൈക്ക് പിടിച്ച് മേടിക്കുകയും ഇത് പ്രകടന പത്രികയുടെ പ്രകാശനമാണ്, ഇവിടെ പ്രകടന പത്രിക അല്ലാതെ വയനാട് എന്നുള്ളതിനെക്കുറിച്ച് മിണ്ടരുത് എന്നുള്ളത് പോലും അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാൻ അറിയുന്നത് പ്രകാരം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളോട് പോലും ഇനി മേലാൽ വയനാട് എന്ന് പറയരുത്, പകരം വല്ല ബന്തെടുക്കാന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കൽപ്പറ്റ എന്നോ അതുപോലെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വയനാട് എന്ന് പറയുമ്പോൾ തന്നെ ദൈവമേ ആ പണത്തിൻ്റെ കണക്ക് എവിടെ നിന്ന് കൊണ്ടുവരും, അല്ലെങ്കിൽ ആ കാശ് എവിടെ നിന്ന് കൊണ്ടുവരും എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. കാരണം ഇതിൻ്റെ നിസാര പ്രശ്നമല്ല, ഇനി പ്രശ്നം വരാനിരിക്കുന്നേ ഉള്ളൂ. കാരണം ഇവരുടെയൊക്കെ വാക്കും കേട്ട് 15 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് മേടിച്ച് ആ 15 ലക്ഷം രൂപ ബാങ്കിലിടാം, കൂട്ടത്തിൽ ഇവർ തന്നെ സ്ഥലവും വീടും കൂടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചവരുടെയൊക്കെ തലക്കടിയേറ്റ അവസ്ഥയാണ്. കാരണം അവർക്ക് ഇനിയിപ്പോൾ ഗവൺമെൻറ് നിന്ന് വേറെ വാടക കിട്ടില്ല, അപ്പോൾ ഈ 15 ലക്ഷം രൂപ എടുത്ത് തന്നെ ചിലവാക്കേണ്ടി വരും. അങ്ങനെ വലിയ ദുരിതത്തിലായിക്കാണ്. മറ്റു പല പ്രശ്നങ്ങളിലൂടെയും അവർ കടന്നു പോവാണ്. പലരും ചെന്ന് കളക്ടറേറ്റിൽ ചെന്ന് ഞങ്ങൾ ഈ 15 ലക്ഷം രൂപ തിരിച്ചു തരാൻ വീട് തരുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ സ്വയമേ വലിയ ക്ഷുഭിതനൊന്നുമാകാതെ വളരെ സൗമ്യമായി സംസാരിക്കുന്ന വളരെ നല്ല ഒരു മനുഷ്യരാണ് യഥാർത്ഥത്തിൽ സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC പ്രസിഡന്റ്. അദ്ദേഹം പോലും കഴിഞ്ഞ ദിവസം തന്നെ മനോരമയുടെ ഒരു ലേഖകൻ ഈ വയനാട് ഫണ്ടിനെ കുറിച്ച് ചോദിക്കാൻ ചെന്നപ്പോൾ വാട്ട് യു മീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞ് എത്ര വരെ എത്തി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന വലിയ ഒരു സംശയത്തിലേക്ക്, തോൽവി ഉറപ്പാണ് എന്ന് പറയുന്ന ഒരു സംശയത്തിലേക്ക് ഇവരെത്തി. ആ എത്തിയത് കൊണ്ടിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഇന്ന് രമേശ് ചെന്നിത്തല തന്നെ ഈ വി ഡി സതീശൻ്റെ വനവാസത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞതല്ല, അതിങ്ങനെ പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. വനവാസത്തിനൊന്നും പോകാൻ കഴിയില്ല, അദ്ദേഹം പറവൂരിൽ നിന്ന് ജയിച്ച MLA ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം MLA എന്നുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടരേണ്ടി വരും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു തർക്കമില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മാത്യു കുഴൽനാടൻ ഉയർത്തിയിട്ടുള്ള ഒരു ആരോപണമാണ്. മാത്യു കുഴൽനാടൻ ഇന്ന് കേവലം 48 മണിക്കൂർ മാത്രം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ രാവിലെ വന്നിട്ടൊരു ഗുണ്ട് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് യഥാർത്ഥത്തിൽ വയനാട് പുനരധിവാസ ഫണ്ട് അടിച്ചു മാറ്റിയതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതെന്ന് പറയുന്നത് 2018 പ്രളയം മാൻമെയ്ഡ് ആണെന്ന് പറയുകയും അത് കരിമണൽ ലോബികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തുറന്നു വിടാതിരുന്നാണെന്നൊക്കെ പറയുന്ന വിചിത്രമായിട്ടുള്ള വാദങ്ങളുമായിട്ട് വന്നു. യഥാർത്ഥത്തിൽ കരിമണൽ
കേരള ലോബിയെ എപ്പോഴാണ് ഈ സർക്കാർ സഹായിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും വിശദമാക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കൂടാതെ കൃഷ്ണൻകുട്ടിയുടെ അതാണ് എന്ന് പറയുന്ന ഒരു ശബ്ദരേഖ കൊണ്ടുവന്നു. കൃഷ്ണൻകുട്ടി പറഞ്ഞു ഞാനങ്ങനെ സംസാരിച്ചിട്ടില്ല, അത് AI നിർമ്മിതമാണ് എന്നുള്ളത് പറഞ്ഞു. അതോടുകൂടി ഈ പറഞ്ഞ പോലെ അത് അധ്യായം അടഞ്ഞു. കൂടാതെ ഇതിൽ LDF ചെയ്തിട്ടുള്ള വലിയ ഷാർപ്പായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെന്ന് പറയുന്നത് LDF ഗോവിന്ദൻ മാഷ് അധികം പത്രസമ്മേളനം നടത്താതിരിക്കുകയും പകരം പത്രസമ്മേളനം നിരന്തരമായി നടത്താൻ 2 പേരെ കൃത്യമായി നിയോഗിച്ചു. ഒന്ന് പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങൾ വളരെ ഷാർപ്പാണ്, പ്രിസൈസ് ആണ്, ഹൈലി അറ്റാക്കിംഗ് ആണ് എന്നുള്ളത് നമുക്കറിയാം. കൂടാതെ വളരെ ഫാക്ച്വലി കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയറായി മാധ്യമപ്രവർത്തകരോട് പറയാൻ കഴിയുന്ന, ആ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെല്ലാം തന്നെ നിഷ്പ്രഭരാക്കാൻ കഴിയുന്ന ഒരാളെന്ന് പറയുന്നത് നമുക്കറിയാം M സ്വരാജാണ്. അദ്ദേഹം ഇതുപോലെ വന്ന് നിരന്തരമായി പത്രസമ്മേളനങ്ങൾ നടത്തുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായി. ഇതൊന്നും കൊടുക്കാതിരിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. കൂടാതെ ഈ ഈ പുനരധിവാസ ഫണ്ടിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു വീട് പോലും വെച്ചു കൊടുക്കാതെ മുഴുവൻ പണവും കൊള്ളയടിച്ച ക്രൂരതകളെക്കുറിച്ച് കൃത്യമായി ധ്വനിപ്പിക്കുന്ന പരസ്യങ്ങൾ കൂടി കൊടുത്തു. ആ പരസ്യങ്ങൾ എന്ന് പറയുന്നത് ഈ 5 ഗ്യാരണ്ടിയുടെ പരസ്യം കൃത്യമായി UDF കൊടുക്കാൻ തുടങ്ങിയപ്പോൾ, അത് നിരന്തരമായി ടിവികളിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ വളരെ കൃത്യമായി റിയാക്ട് ചെയ്യാനായിട്ട് CPM കഴിഞ്ഞു. CPM ഉടനെ തന്നെ ഈ പൊള്ളയായ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് എന്തിനു വേണം, ഏതെങ്കിലും വാഗ്ദാനങ്ങൾ നിങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ, ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ പറയുന്ന പോലെ വയനാട് പുനരധിവാസ ഫണ്ടിൽ അവർക്കെങ്കിലും നിങ്ങൾ വീട് വെച്ച് കൊടുക്കുക, അവർക്ക് വേണ്ടി പണം പിരിച്ചിട്ട് എന്ന് പറയുന്ന ചോദ്യങ്ങളുടെ ധ്വനികൾ അടങ്ങുന്ന രീതിയിലുള്ള നിരവധി പരസ്യങ്ങൾ അതിഗംഭീരമായ ക്ലാരിറ്റികളോട് കൃത്യമായിട്ടുള്ള മിടുക്കോടുകൂടി ചെയ്തിട്ടുള്ള പ്രൊഫഷണലി ചെയ്തിട്ടുള്ള പരസ്യങ്ങൾ നിരന്തരമായി കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ ചോദ്യം ഉയർത്തുന്നതിൽ LDF വിജയിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മിനിറ്റ് ബൈ മിനിറ്റ്, സെക്കൻഡ് ബൈ സെക്കൻഡ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും ഏതാണ്ട് 1 മാസം മുമ്പുള്ള ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കോൺഫിഡൻസിൽ നിന്ന് പതുക്കെ പ്രതിപക്ഷം താഴോട്ട് പോവുകയും വലിയ കോൺഫിഡൻസിലേക്ക് പതുക്കെ LDF ഉയരുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അത് ഇന്ന് തുടങ്ങിയതല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ഇത്തരത്തിൽ LDFന് വലിയ താഴ്ച ഉണ്ടായി. ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF അത് കുറച്ചുകൂടി ഉയർത്തി. പക്ഷെ ബാക്കി അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസവും അവർ ബ്രിക്ക് ബൈ ബ്രിക്ക് ആയിട്ട് അവരുടെ ക്രെഡിബിലിറ്റി കെട്ടിപ്പടുക്കുകയും അവർ കൃത്യമായ ഈ പറയുന്ന പോലെ പ്ലാനോടുകൂടി അഡ്വർടൈസ്മെന്റ് നടത്തുകയും അതുപോലെ അതിനനുസരിച്ച് തന്നെ വളരെ കൃത്യമായി ഒരു 360 ഡിഗ്രിയിൽ അവർ കൃത്യമായി പ്രതിപക്ഷത്തെ അറ്റാക്ക് ചെയ്യുകയും ആ അറ്റാക്ക് ചെയ്യുന്നതിന് ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്തു. ഞാനൊരു ചെറിയ ഉദാഹരണം കൂടി നിങ്ങളോട് പറയാം. MP നികേഷ് കുമാറും അതുപോലെ തന്നെ MP രാജേഷും അതുപോലെ ഇത്തരത്തിലുള്ള ആളുകളുമൊക്കെ ഇരുന്നുകൊണ്ട്, ജേക്കബ് എന്ന് പറയുന്ന പത്രപ്രവർത്തകനും ഒക്കെ ഇരുന്നുകൊണ്ട്, അതുപോലെ തന്നെ ശൈല ടീച്ചറൊക്കെ ഇരുത്തിക്കൊണ്ട് ഹോസ്പിറ്റലുകളെക്കുറിച്ച് വന്ന വിമർശനങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന 1 മണിക്കൂറിനൊക്കെ വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് ആദ്യം അത്തരത്തിൽ എടുക്കണമെന്നൊരു സജഷൻ ഞാൻ കൊടുത്തിരുന്നു. അത്തരത്തിൽ എടുക്കുന്നത് നല്ലതാണ് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു ചില ആളുകളോട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾ എടുക്കുകയും ഒരു സ്വന്തം പാർട്ടിയിലെ വലിയ നേതാക്കന്മാരെയും അതുപോലെ ജില്ലാതല നേതാക്കന്മാരെയും ഒക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഒരു മെറ്റീരിയലായി അതെല്ലാം തന്നെ മാറുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഏത് വിമർശനങ്ങളോടും പാർട്ടിയിലെ സഖാക്കൾക്കും നേതാക്കന്മാർക്കും ഒക്കെ പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന നിരവധി ന്യായീകരണങ്ങളും ചില തെറ്റുകൾ തുറന്ന് സമ്മതിച്ചുകൊണ്ടുമൊക്കെ തന്നെ വളരെ ഗംഭീരമായ ആ വീഡിയോകൾ എടുക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്തരം പണികളൊന്നും തന്നെ കോൺഗ്രസ് ചെയ്തില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരാജയം. ഒന്ന്. രണ്ടാമത്തത്, കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് സതീശൻ്റെ കുഴപ്പമില്ലത്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴോ അതിനു മുമ്പുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റുകളൊക്കെ ചെയ്തതിനേക്കാൾ അതിഗംഭീരമായ വികസന പ്രവർത്തനവും അഡ്മിനിസ്ട്രേഷനുമാണ് പിണറായി വിജയൻ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇടതുപക്ഷത്തിൻ്റെ തന്നെ പല ഗവൺമെൻറ്റുകളുമായിട്ട് കമ്പയർ ചെയ്താൽ പോലും ഇത്രയും വികസനം നടത്തിയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാവില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. എന്ത് പറഞ്ഞ് അഴിമതി ഒന്നും പറയാനില്ല, സ്വാഭാവികമായിട്ട് എന്ത് പറഞ്ഞ് ഒരു അഴിമതി ആരോടെ ഉന്നയിക്കും എന്നുള്ള സംശയത്തിലാണ്. അത്തരത്തിൽ ഒരു കാര്യവും പറയാനില്ലാത്തതുകൊണ്ട് വെറുതെ വന്നൊരു വെടിപൊട്ടിച്ചേക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് മാത്യു കുഴൽനാടൻ വന്ന് ഇന്ന് രാവിലെ ഒരു അഴിമതി ആരോടെ പറഞ്ഞു. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത്രയും കാലമായി 2018 കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലമായി? ആ 2018 കഴിഞ്ഞ് ഈ പറയുന്ന പോലെ 8 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ ആരോപണം ഇന്ന് വന്ന് പറയുന്നു. അതും ഒരു തെരഞ്ഞെടുപ്പിന് 48 മണിക്കൂർ നിൽക്കുമ്പോൾ. ഇനി അടുത്തൊരു അബദ്ധം കൂടി ഇവർക്ക് പറ്റി. ഇവർ യഥാർത്ഥത്തിൽ മാത്യു ടി തോമസിനെ കുറിച്ച് കൂടി എന്ത് ചെയ്തു, അതിലൊരു കുഴപ്പം പറഞ്ഞു. മാത്യു ടി തോമസിനെ കുറിച്ചൊക്കെ കുഴപ്പം പറയുമ്പോൾ സെൻകുമാർ അടക്കം പല ഉദ്യോഗസ്ഥരും ഈ മാത്യു ടി തോമസ് എന്ന് പറയുന്നത് വളരെ ജെന്റിലായ മാന്യനായ ഒരു മനുഷ്യനാണെന്നും അദ്ദേഹം ഇത്തരം ഒരു പരിപാടിക്ക് കൂട്ടുനിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കേരള സമൂഹത്തിന് മുമ്പിലുണ്ട്. അതെല്ലാം തന്നെ പൊടുന്നനെ ഈ പറഞ്ഞ പൊട്ടിച്ചെറിയാൻ പോന്ന, ഇതുവരെ ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്കെതിരെയും ഗൗരവത്തോടെ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാതിരുന്ന VD സതീശൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ ഒരു ആത്മവിശ്വാസ കുറവാണ് ഇന്നത്തെ ആരോപണത്തിൽ പോലും ഞാൻ കണ്ടത്. എനിക്ക് പ്രിയപ്പെട്ട സതീശനോട് പറയാനുള്ളത്,
താങ്കൾ ഇനി ഒരു 624 മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ചിലപ്പോൾ വനവാസത്തിന് പോകേണ്ട റിസൾട്ടുകൾ ഉണ്ടായേക്കാം. അത് താങ്കളുടെ മാത്രം കുഴപ്പം കൊണ്ടല്ല, താങ്കൾക്ക് തന്നെ അറിയാം ഇതിനു മുമ്പേ ഇരുന്ന പല കോൺഗ്രസ് ഗവൺമെൻറ്റുകളും ചെയ്തിട്ടുള്ള പാളിച്ചകൾ കൂടിയാണ്. കൂടാതെ ഈ ഗവൺമെൻറ് കുറേ കൂടി നന്നായി പ്രവർത്തിച്ചതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ ആയുധമില്ലാതെ പോയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സതീശൻ, താങ്കൾ വനവാസത്തിനൊന്നും പോകണ്ട. താങ്കളെപ്പോലെയുള്ള ആളുകളെ നമുക്കിവിടെ ആവശ്യമുണ്ട്. പക്ഷേ കുറച്ചുകൂടി ജെനുവിനായി, കുറേ കൂടി ഗംഭീരമായി പഠിച്ചുകൊണ്ട് ഒരു വലിയ പ്രതിപക്ഷമായി മാറാൻ എങ്കിലും അടുത്ത ഈ പറയുന്ന പോലെ 2026 നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. തൽക്കാലം വനത്തിലേക്ക് പോകണ്ട, വാസത്തിനും പോകണ്ട, വാസമൊക്കെ പറവൂര് തന്നെ മതി. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നല്ലൊരു MLA ആയി താങ്കൾ തുടരട്ടെ.